ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഗോളടി വീരന്മാരെ എടുത്താൽ അവിടെ ഉറപ്പായിട്ടും പോർച്ചുഗീസ് ഇതിഹാസവും ക്യാപ്റ്റനുമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകും. ദേശീയ ടീമിന് വിവിധ ക്ലബ്ബുകൾക്കുമായി അത്രയധികം ഗോളുകളാണ് റൊണാൾഡോ വാരിക്കൂട്ടിയതെന്ന് പറയാം. ഇപ്പോൾ 40-ാം വയസ്സിലേക്ക് കടക്കുമ്പോഴും റൊണാൾഡോയുടെ ഗോളടി മികവിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സൗദി പ്രോ ലീഗിൽ അൽ നാസറിന് വേണ്ടിയാണ് താരം ഗോളുകളുമായി മുന്നിട്ട് നിൽക്കുന്നത്. ഫ്രീ കിക്കുകളിലൂടെയും പെനാൽറ്റികളിലൂടെയും ഗോളുകൾ സ്കോർ ചെയ്യാൻ അസാധാരണ മികവാണ് റൊണാൾഡോയ്ക്കുള്ളതിലെന്നതിലും ആർക്കും സംശയമില്ല. ഗോൾ സ്കോറിംഗിന്റെ കാര്യത്തിൽ വളരെ അപൂർവമായി മാത്രമേ താരത്തിന്റെ ഭാഗത്തുനിന്നും പിഴവുകൾ സംഭവിക്കാറുള്ളൂ. പെനാൽറ്റി കിക്കുകളൊക്കെ വളരെ കൂളായിട്ടാണ് റൊണാൾഡോ എടുക്കാറുമുള്ളത്. എന്നാൽ തന്റെ കരിയറിൽ ഒരു പെനാൽറ്റി എടുത്തപ്പോൾ മാത്രം തനിക്കേറെ ഭയം തോന്നിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി റൊണാൾഡോ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു അഭിമുഖത്തിലായിരുന്നു കരിയറിൽ വളരെയധികം സമ്മർദ്ദത്തോടെ എടുത്ത പെനാൽറ്റി കിക്കിനെ കുറിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ തുറന്നു പറഞ്ഞത്. ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും അധികം ഭയത്തോടെ എടുത്തിട്ടുള്ള ഒരു പെനാൽറ്റിയെക്കുറിച്ച് പറയുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള പെനാൽറ്റി കിക്ക് അത്തരത്തിലുള്ള ഒന്നായിരുന്നുവെന്ന് റൊണാൾഡോ തുറന്നു പറഞ്ഞു. 2016 യുവേഫ ചാമ്പ്യൻസ് ലീഗിലായിരുന്നു നഗരവൈരികളായ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും ഫൈനലിൽ നേർക്കുനേർ വന്നത്. അതിന് 2 സീസണുകൾക്ക് മുമ്പ് നടന്ന ഫൈനലിലും ഇരു ടീമുകളും മുഖാമുഖം മത്സരിച്ചിരുന്നു. അന്ന് നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും 1-1 സമനിലയിലായിരുന്നു പിരിഞ്ഞത്. തുടർന്നുള്ള ഷൂട്ടൌട്ടിൽ അത്ലറ്റിക്കോയെ 4-1 തകർത്ത് റയൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായി. അതിനുശേഷമുള്ള 2016 റയൽ അത്ലറ്റിക്കോ കലാശ പോരാട്ടം ഇറ്റലിയിലെ പ്രശസ്തമായ സാൻസിറോ സ്റ്റേഡിയത്തിലായിരുന്നു നടന്നിരുന്നത്. ഈ കളിയിൽ ഡിഫൻഡർ സെർജിയോ റാമോസിന്റെ ഗോളിൽ 15-ാം മിനിറ്റിൽ റയലാണ് ആദ്യം മുന്നിലെത്തിയിരുന്നത്. പക്ഷേ 79-ാം മിനിറ്റിൽ യാനിക് കറോസ്കോയുടെ ഗോളിൽ അത്ലറ്റിക്കോ സമനില പിടിച്ചു വാങ്ങിയായിരുന്നു. 90 മിനിറ്റിന് ശേഷവും എക്സ്ട്രാ ടൈമിന് ശേഷവും ഇരു ടീമും 1-1 എന്ന നിലയിൽ തുടർന്നു. ഇതോടെ കളി ഷൂട്ടൌട്ടിലെത്തുകയും ചെയ്യുകയുണ്ടായി. അന്ന് 4-ാമത്തെ കിക്ക് അത്ലറ്റിക്കോ താരം യുവാൻ ഫ്രാൻ പാഴാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് 5-ാമത്തെയും അവസാനത്തെ കിക്ക് ഗോളാക്കിയാൽ റയലിന് വീണ്ടും യൂറോപ്യൻ ചാമ്പ്യന്മാരാകാൻ കഴിയും. റൊണാൾഡോയാണ് നിർണായകമായ ഈ പെനാൽറ്റി എടുക്കാനായി മുന്നിൽ വന്നത്. ഇത് ഗോളാക്കിയ അദ്ദേഹം റയലിന് 11-ാമത്തെ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി സമ്മാനിക്കുകയും ചെയ്യുകയുണ്ടായി. അതേസമയം തന്നെ ഫുട്ബോൾ ചരിത്രത്തിൽ പെനാൽറ്റിയിലൂടെ ഏറ്റവും അധികം ഗോളുകൾ സ്കോർ ചെയ്ത താരമെന്ന റെക്കോർഡും റൊണാൾഡോയ്ക്കുണ്ട്. പെനാൽറ്റിയിലൂടെ മാത്രം 171 ഗോളുകളാണ് താരം സ്കോർ ചെയ്തത്. 31 പെനാൽറ്റികളാണ് പാഴാക്കിയത്.